and welcome back again to Be's Hello Happiness, where I do videos on beauty, bliss and wellness. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബ്ലിസ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ്. അതായത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഫിറ്റ്നസിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെയും കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ വർക്ക് ചെയ്യണത്. ആൻഡ് ദേ ആർ കോൾഡ് പാർക്ക്വേ എന്നാണ് ഈ ഓർഗനൈസേഷൻ്റെ പേര്. അപ്പോൾ എന്താണ് ഇവരുടെ യുണീക്ക് കോൺസെപ്റ്റ് എന്ന് അറിയേണ്ടത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. Parkway is a place where you can actually work എന്ന് ഞാൻ പറയുമ്പം വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വേറെ ഏത് ജിമ്മിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാമല്ലോ, പിന്നെ എന്താണ് ഇവരെ യുണീക്ക് ആക്കുന്നത്? സോ പാർക്ക്വേ ഇസ് ഓൾസോ എ പ്ലേസ് where you can actually come and play. നൈസ് ആണല്ലേ, വർക്ക് ചെയ്യാം, പ്ലേ ചെയ്യാം. ആൻഡ് ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം. when I'll tell you Parkway is a place where you can come and eat as well. Wow, I mean like ഞാനത് ആദ്യം കേട്ടപ്പോൾ like wow. So it's a place where you can actually work, play and eat. അപ്പോൾ എനിക്ക് കോൺസെപ്റ്റ് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടാണ് തോന്നിയത്. ഞാനൊരു 1.5 years ബാക്ക് ഒരു നല്ലൊരു ജിം നോക്കി നടന്നപ്പം ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കേട്ടു. സോ കേട്ടപ്പോൾ തന്നെ എന്നാൽ പിന്നെ വന്ന് കണ്ടേക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ പാർക്ക്വേയിൽ വന്ന് കണ്ടിട്ട് അത് ലൈക്ക് വാവ് എന്നായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ. ആൻഡ് ദെൻ ജോയിൻ ചെയ്യാം, കാരണം ഇനിയിപ്പോൾ ഇത് തന്നെയാണോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ലെറ്റ്സ് ജോയിൻ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്തു. ആൻഡ് ഐ മസ്റ്റ് ടെൽ യു ദ എക്സ്പീരിയൻസ് ഹിയർ ഇസ് മൈൻഡ് ബ്ലോയിങ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ്. ആൻഡ് യുനോ ബിക്കോസ് അവർ ഷോർട്ട് ടേം ഗോൾസിനെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ദേ ഹാവ് ലൈക്ക് എന്താ പറയുക, നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നതാണ് അവർ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പൊതുവേ ഉള്ള ആൾക്കാർ ഷോർട്ട് ടേം ഗോൾസ് ആണ് കൂടുതൽ നോക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ വയറ് കുറയ്ക്കണം, അല്ലെങ്കിൽ കല്യാണമൊക്കെ ആവാറായി, അപ്പോൾ ഇത്തിരി കൂടെ വണ്ണം വെക്കണം, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം, അങ്ങനത്തെയൊക്കെ ഗോൾസ് ആയിരിക്കും മിക്കവർക്കും. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഉള്ള സംഭവം അതോടെ തീർന്നു കിട്ടും. സോ അതല്ല ഇവിടെ കൂടുതലും അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ്. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ഗോൾസ്, ഇപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ള ഒരാൾക്ക് ഒരിക്കലും ഷോർട്ട് ടേം ഗോൾസിൻ്റെ ആവശ്യം വരത്തില്ല. സോ ദാറ്റ് ഇസ് ദ പോയിന്റ്. ആൻഡ് ഇഫ് യു ആർ സംവൺ ഹു ഇസ് സീരിയസ് അബൌട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫിറ്റ്നസിനെ കുറിച്ച് നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ദെൻ ഡോണ്ട് ലുക്ക് എനിവെയർ എൽസ്. പാർക്ക്വേ ഈസ് യുവർ പ്ലേസ്. കാരണം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ട്രെയിനിങ് ആണ് ഇവരോട് തരുന്നത്. ആൻഡ് എങ്ങനെയാണ് ഇവരുടെ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പറഞ്ഞു മാത്രമല്ല കാണിച്ചും തരാം. ബിക്കോസ് റൈറ്റ് നൗ ഐ എം സ്റ്റാൻഡിങ് അറ്റ് പാർക്ക്വേ. സോ എങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്ക്വേയുടെ ജിമ്മിൻ്റെ മുമ്പിലാണ്, വർക്കൗട്ട് ഏരിയയുടെ മുമ്പിലാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറി സംഭവങ്ങളൊക്കെ നോക്കിയാലോ? ഫോളോ. അപ്പോൾ ഇതാണ് ലോക്കർ കം വാഷ്റൂമാണ്. അതായത് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഓഫീസിൽ നിന്ന് ധൃതി പിടിച്ചു വരികയാണ്, ചേഞ്ച് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് കൂടെ എടുത്താൽ മതി. ഇവിടെ ലോക്കർ റൂംസും ഉണ്ട്, വാഷ്റൂംസും ഉണ്ട്. സോ ഷവറൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകാം. സോ ദിസ് ഇസ് ലൈക്ക് ദ ലേഡീസ് റൂമാണ്, അത് ജെൻസിൻ്റെ റൂമാണ് അപ്പുറത്തുള്ളത്. സോ യാ, സോ ദാറ്റ് ഇസ് ദ ലോക്കർ റൂം. ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ജിമ്മിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ എക്വിപ്മെൻറ്റ്സ് ആൻഡ് എമിനിറ്റീസാണ് ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. ഇവിടെയാണ് നമ്മൾ കൂടുതലും കാർഡിയോ എക്സസൈസ് ഒക്കെ കൂടുതൽ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ കാർഡിയോയുടെ എക്വിപ്മെൻറ്റ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ എക്വിപ്മെൻറ്റ് വർക്കൗട്ട്സ് അല്ലാണ്ട് നമ്മൾ ഇവിടെ പാർക്ക്വേയിൽ ദേ ഓൾസോ ഡു ബോളിവുഡ് ഡാൻസിങ്, സൂംബ, പിലാറ്റേസ്, യോഗ, അങ്ങനെ പല ഫിറ്റ്നസ് ഫോംസ് ചെയ്യാറുണ്ട്.
ആൻഡ് ഈച്ച് ക്ലയൻറ്റിന് ഒരു വർക്കൗട്ട് കാർഡ് ഉണ്ടാവും, വേർ ഇൻ എവറി ഡേ അവർ ചെയ്യേണ്ട വർക്കൗട്ട്സിനെ കുറിച്ച് സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇന്നിപ്പം ലോവർ ലെഗാണ് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് നെക്സ്റ്റ് ഡേ കാർഡിയോ ആണെങ്കിൽ എക്വിപ്മെൻറ്റ്സിന് പകരം ദിൽ പുട്ട് യു ഇൻ ടു ബോളിവുഡ് ഡാൻസിങ് അല്ലെങ്കിൽ സൂംബയിലേക്ക് ഇടും. സോ ദി നമ്പർ ഓഫ് കാലറീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് സെയിം ആണ്, ബട്ട് നമ്മൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് കുറച്ച് പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ ചെയ്താണ് കാലറീസ് കട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മളൊരു പുതിയ ഫിറ്റ്നസ് ഫോമും കൂടെ പഠിക്കുകയാണ്, ലൈക്ക് പിലാറ്റെ, സൂംബ, അങ്ങനെ പുതിയൊരു ഫിറ്റ്നസ് ഫോമും കൂടെ പഠിക്കുകയാണ്. സോ ഓവറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടിപ്പിക്കൽ ട്രഡീഷണൽ എക്വിപ്മെൻറ്റ് വർക്കൗട്ട്സ് മാത്രം ചെയ്ത് നമുക്ക് ബോറടിക്കുന്നില്ല, ബിക്കോസ് നമ്മൾ പലതിൻ്റെ ഒരു മിക്സാണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എക്വിപ്മെൻറ്റ് ട്രെയിനിങ്. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ആഡഡ് അഡ്വാൻറ്റേജ് ഓഫ് പാക്ക്വേ. സോ അതായിരുന്നു നമ്മുടെ വർക്ക് എന്ന കോൺസെപ്റ്റ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോയാലോ. നമുക്ക് പാക്വയുടെ പ്ലേ എന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാക്വയുടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണ്. ഇത് ബാസ്ക്കറ്റ് ബോൾ കം ബാഡ്മിൻ്റൺ കോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ നിങ്ങൾക്കൊരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ നോർമൽ വർക്കൗട്ട്സ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ദിവസം ഒരു പ്ലേ മോഡാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ അതാണ് ഇവിടുത്തെ ബാഡ്മിൻ്റൺ ആൻഡ് ബാസ്ക്കറ്റ് ബോൾ കോർട്ട്. ഇനി നമുക്ക് അടുത്ത പ്ലേ ഏരിയാസിലേക്ക് പോവാം. സോ പ്ലീസ് കം. അപ്പോൾ ഇതാണ് പാക്വയുടെ ബീച്ച് വോളി കോർട്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഫുൾ ഒരു അടിപൊളി സ്പേസ് ഉണ്ട്. ബീച്ച് വോളി കളിക്കാൻ നല്ലൊരു പറ്റിയ സ്പേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീച്ച് വോളി കളിക്കാൻ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ബീച്ച് വോളി കളിക്കാം. കാരണം ഇവിടെ ലൈക്ക് ഓഫീസ് ടീംസൊക്കെ വന്ന് കളിക്കാറുള്ളതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാക്വയുടെ പ്ലേ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാക്വയുടെ ഗ്രൗണ്ടാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, ഹ്യൂജ് ഗ്രൗണ്ട്, ഒരു വലിയ ഗ്രൗണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബോർഡ് കാണാം, യങ് ബ്ലാസ്റ്റേഴ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ 14 ട്രെയിനിങ് ഒക്കെ ഈ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് തന്നെ വർക്കൗട്ട്സ് അല്ല, അപ്പോൾ പ്ലേ മോഡാണെങ്കിൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. ദിസ് ഇസ് ലൈക്ക് എ huge and a very advantageous thing. So that is the ground over here. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ പാക്വയുടെ ഈറ്റ് എന്ന കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാനൊന്ന് പറയാം. അതായത് പാക്വേ ഹാസ് ദിസ് ഹ്യൂജ് റെസ്റ്റോറൻറ്റ്. അതായത് നമ്മുടെ ജിമ്മും കോർട്ടും ഗ്രൗണ്ടും ഒക്കെ ഉള്ള ഈ പ്രിമൈസിൽ തന്നെ ഇവർക്കൊരു ഹ്യൂജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ പലതരത്തിലുള്ള ക്യൂസീൻസാണ് സെർവ് ചെയ്യുന്നത്, ലൈക്ക് ലെബനീസ്, യൂറോപ്യൻ, ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഇന്ത്യൻ ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അങ്ങനെ പലതരത്തിലുള്ള ക്യൂസീൻസാണ് ഇവിടെ സെർവ് ചെയ്യണത്. ആൻഡ് ദ ഫുഡ് ഇസ് ലൈക്ക് ഫണ്ടാസ്റ്റിക്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്, ഒരു രക്ഷയില്ല. പക്ഷെ തൽക്കാലം നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്. ബട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ആംബിയൻസ് ഒന്ന് കാണിക്കാം. ദ റെസ്റ്റോറൻറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ദ ഫുഡ് ഇസ് ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട്. പാക്വേയെക്കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചും കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്ന് പാക്വേയുടെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയ മിസ്റ്റർ അജിത് ബാബു ഉണ്ട്. അജിത് എന്ന് പറയുന്നത് ഒരു കട്ട ഫിറ്റ്നസ് ഫ്രീക്കാണ്. മാത്രമല്ല ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒക്കെ പേഴ്സണൽ ട്രെയിനറാണ്. സോ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഹൗ പ്രൊഫഷണൽ ഹി വുഡ് ബി. സോ അധികം സമയം കളയാതെ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ അജിത് ടു our show. Hello Ajit. Hi Bina, hi. Thank you so much for coming on our show. It's No a very problem. happy moment to have Ajit. I'm busy schedule on that and he's here. Thank you so much. Thank you. Ajit, എങ്ങനെയാണ് നിങ്ങൾ ഈ പാർക്ക്വേക്ക് ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ലൈക്ക് വർക്ക്, പ്ലേ, ഈറ്റ് എന്ന ഇത്രയും യുണീക്ക് ഉള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? See, actually നമ്മുടെ കൊച്ചിൻ എന്നുള്ള സിറ്റി എടുത്തു കഴിഞ്ഞാൽ we are into work. Like everyone is 8 hours of their day is work and they eat. Like ഇപ്പോൾ ഒരു ഹാബിറ്റാണ്. ലൈക്ക് most of them go out and eat. It's like a, it's a culture right now. And they need a leisure place to play and work out and all. These three are the main thing that we usually do: work, play and eat. So our founders and co-founders think this way, like why can't we
took all this thing under one roof. Right. So that's the core concept of Parkway. Like someone can come inside here and park their car and they will have everything they need, the basic things, like they can work if they want, they can eat, we have a restaurant, and at the same time they have leisure, like sports is there, gym is there, so that's the concept behind this. So That's cool. പാർക്ക് ചെയ്ത് നേരെ കയറി വരുന്നു, വർക്ക്ഔട്ട് ചെയ്യാം, പ്ലേ ചെയ്യാം. അതെ, അതെ. ഡെലിഷ്യസ് ഫുഡ്സ് വിച്ച് ഈസ് ബ്രില്യൻറ്റ്. ഓക്കെ, ഈ കോ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അതെ. ആരൊക്കെയാണ് ഈ കോ ഫൗണ്ടേഴ്സ്? the founder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vinesh Reddy, he's from Hyderabad and he's a US citizen but he's an Indian and he have multiple business. Parkway is one of that, and this is his idea, and along with our co-founders, our directors, they are brothers, Anit Abraham, Rohit Abraham and Naveen. These three and these four people are the brain behind that. They came up with this concept and actually they made an empire of fitness and work culture. Yeah, they are the master brain behind that, and I became the part of this to do the operations. I'm the operation head of Parkway. Yeah. നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഒരു ഇതുണ്ട്, അതായത് ഇപ്പം ഇത്രയും പ്രായമായി ഇനിയിപ്പോൾ എന്ത് ഫിറ്റ്നസ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രായമുണ്ടോ നമുക്ക് ഫിറ്റ്നസ്? അയ്യോ, ഒരിക്കലുമില്ല. പ്രായമായ പ്ലീസ് നോട്ട് ദാറ്റ്, അങ്ങനെ ഒരു പ്രായമില്ല. പ്രായം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. ഐ മീൻ ലൈക്ക് നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസവും ഡെയിലി ആക്ടിവിറ്റി ഇറ്റ് ഈസ് എക്സസൈസ്, റൈറ്റ്? ലൈക്ക് നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡെയിലി നമ്മളിപ്പോൾ ഈവൻ ഓർഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് നടക്കണം, ഇരിക്കണം, നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക്. മസിലിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ you use it or lose it. If you are alive, you need your muscles, you need to move, you need to do your daily schedules and activities. For that you need muscle strength. The mental and physical strength is really important, and the physical, the physical fitness, health and everything will lead us to a mental state that that's really want when we are getting old. And any point of time, any time of your your age, you can start your workout. I saw many people who start their workout after 50s and 60s and they are doing really, really good, so there is no certain time. It's an excuse, I say. There is no age. Age പറഞ്ഞിനി ആരും അടിച്ചിരിക്കണ്ട. That's what I'm saying, yes. So Parkway ഒരു ലോങ് ടേം ഗോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു വിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? Parkway ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we have a big plan, and this plan നമ്മുടെ സൊസൈറ്റിക്ക് ഇത് എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് മനസ്സിലായില്ല. കാരണം ദിസ് ഈസ് സംതിങ് ന്യൂ, സോ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ്, ആൻഡ് people we are trying to make a culture over here, a sports, a well-being culture. Someone ആരെങ്കിലും എവിടെയെങ്കിലും അവരുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ഇവിടെ വരുമ്പോൾ they have to feel free, a feel good culture. Like people have to come here and they have to feel free, feel good, and ഒരു അങ്ങനത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഇറ്റ്സ് ലൈക്ക് ആളുകൾക്ക് വർക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രഷർ, ദേ വിൽ ഫീൽ പ്രഷർ, ആൻഡ് ലൈക്ക് ആൻഡ് ഇറ്റ്സ് എ ബിഗ് ഹസിൽ ടു ഡു ഓൾ ദീസ് തിങ്സ്. ലൈക്ക് ഇന്ന് വർക്കൗട്ടോ ട്രെയിനിങ്ങിന് പോകണം, ഇതിന് പോകണം, അയ്യോ എനിക്കിത് ചെയ്യണം. ലൈക്ക് വെൻ യു പാർക്ക് യുവർ കാർ ഇൻ പാർക്ക്വേ ആൻഡ് you are tired from your office and you want to work out, okay, go and grab a coffee and drink and come for your workout. And for other example, you are running on the treadmill and you got a message that there is an important meeting with some people and they want to meet you. Okay, tell them to come over here. You don't need to change your workout clothes as well. You can walk over here and you can do that meeting. So there are multiple options over here. So our people, like നമ്മുടെ കൊച്ചിനിലുള്ളവർക്ക്, they don't know how really works. Like it's new for them. So the same way we are trying to establish that culture over here, and once it's set, it will become a good feel good place, and we have to replicate the same thing in different part of the state and different part of the country. That's a long term plan. അജിത്, എന്താണ് അജിത്തിന്റെ സ്റ്റോറി? അജിത് ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്, ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണ് ഫിറ്റ്നസ്സിലേക്ക് വന്നത്? എൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ I'm a mechanical engineer. I studied as a mechanical engineer. By that time also I'm working as a part-time fitness trainer. So അതെൻ്റെ പാഷനാണ് ഞാൻ, ആൻഡ് I used to manage this because എൻ്റെ ഇനിഷ്യൽ ടൈമിൽ, എൻ്റെ ഫിറ്റ്നസ് കരിയറിൻ്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് ടൈമിലാണെങ്കിലും I have lot of time, and I manage my time. This much time for my workout and this much time for my work and my trainer working. So what happened is, at point of time I have to choose between these two, because എൻ്റെ എഞ്ചിനീയറിംഗ് കരിയറിൽ എനിക്ക് പ്രൊമോഷനായി, വർക്ക് ലോഡ് എല്ലാം കൂടി, I become the
മെയിൻ്റനൻസ് ഹെഡ്. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് എനിക്ക് എന്തെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഐ എം ലൂസിങ് മൈ ഹെൽത്ത് ആൻഡ് ഐ റിയലി ഫീൽ ലൈക്ക് ഐ ഡോണ്ട് ബിലോങ് ദിസ് പ്ലേസ്. ലൈക്ക് എന്താ പറയുക, ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ ക്യാബിനിലോ അല്ലെങ്കിൽ ലൈക്ക് റീഡിങ്സ് എടുക്കലോ, ദാറ്റ്സ് നോട്ട് ഐ ആം എന്നുള്ളൊരു ഫീൽ വന്നപ്പോൾ സോ ഐ ചൂസ് മൈ പാഷൻ, ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ എഞ്ചിനീയറിംഗ് ജോബ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നല്ല, ഐ വാസ് ഗുഡ് ഇൻ ദാറ്റ് ആൻഡ് ഐ ലവ് ദാറ്റ്, ബട്ട് യു നോ ഐ ബിലോങ് ഹിയർ, ഐ ബിലോങ് ഇൻ ദിസ് ഫിറ്റ്നസ് തിങ്. സോ I'm very happy over here. So I took it as my profession. So you had barriers See, ഇപ്പോൾ 2020, 2013 was a different scenario. 13, 14, 15, it's like no one knows about who is a fitness trainer. There is no respect for that job at that time. Now it's changing, the things are changing. People are coming to gym, people go for workout and all. But you know, അതിനൊരു ട്രാൻസിഷൻ ടൈമിലുണ്ടാവും. അപ്പോൾ ഞാനെല്ലാം അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ടൈമാണ്. സോ എൻ്റെ ലൊക്കാലിറ്റിയിലുള്ള എൻ്റെ ഒരു 5 kilometers, എൻ്റെ വീടിന് 5 kilometers ചുറ്റിലുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ they don't know who is a fitness trainer. So people used to complain, oh, this guy don't want to work, so he is finding some lame excuses to stay away from his real work. So there are a lot of things, but I know where I am going, I know my goal, so I'm not worried about that. Now, you know, like we have a quote like, work hard in silence and the success make the noise. So now success is making little bit noise here and there. So it's and I'm working, that's it. I'm working on my goals, that's it. രാജ്യത്ത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ട്രെയിനർ ആണല്ലോ, അതായത് പൃഥ്വിരാജിന്റെ പേഴ്സണൽ ട്രെയിനറൊക്കെയാണ്. സോ എങ്ങനെയാണ് നമ്മുടെ സെലിബ്രിറ്റി ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ലൈക്ക് എനി നോർമൽ പേഴ്സൺ, ദിസ് പീപ്പിൾ റിയലി നീഡ് ദ സെയിം സ്റ്റഫ് വാട്ട് ദ അതർ പീപ്പിൾ ആർ ഡൂയിങ്. ലൈക്ക് എല്ലാവരും ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ സെലിബ്രിറ്റി ഓർ എ ആക്ടർ ഓർ എ യുനോ പ്രൊഫഷണലി ഇത് ആവശ്യമുള്ള ഒരാളാണെങ്കിൽ they have an end goal. You know, it's like it's their profession. They time bounded ആയിട്ടുള്ള program. Exactly, time bounded ആയിട്ടുള്ള program. Like a certain point of time or a shooting day, they should be in this form or this physique. So they work towards that. So we fix a day and we work backward. What other people lack is that thing. They don't have an end goal. They will just open it to infinity. I want to be fit or I want to lose weight, but they don't know when it's gonna, you know, get fit and all. So that's the difference, and these people are really dedicated, and if they want to set the bars up, they have to work really hard. So physical fitness is really important, and they do their best to get the most out of that. So this is what is happening, and they are always on the limelight. Whenever they go for out and when they go for some function, people watching them, they are seeing them, and apart from all that, they have to feel themselves good. And celebrity training is, it's good, and so yeah, see, it's for our other trainers and all. See, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യവും the other trainers, who are in the same field, who are really good, really good in Cochin also, everywhere, they're really good trainers. When they do some transformation and all, a small number of people come to know about this. They have amazing transformations, because one of my friend who is transforming client like this, his clients lose like 30 kg, 40 kg, they lose in 10 kg numbers. Not many people come to know about this. I'm training some sort of celebrities. So what happened is, avaru kanumbo, okay, these guys, and they know they are on the limelight, and everyone will come to see that. But you know, everyone is doing a great job. Like a lot of trainers are doing a really good job. So yeah, I appreciate them, and this is how it is working. So that makes me different from this, but I'm not unique thing. Like people are there out there, really competition is there, it's really hard. The difference is that celebrities will fix a time and they have a time with which yes. They have to get yes, that is how it is. Like adana our profession, you know. നിങ്ങളിപ്പോൾ ഒരു സിനിമയിൽ ഒരു ഹീറോ ഒരു പോലീസ് ഓഫീസറാണ്, ആൻഡ് ദേ ഷുഡ് ബി ഇൻ ദാറ്റ് ഫിറ്റ്. അതർവൈസ് ബീന വിൽ സേ, വാട്ട് കൈൻഡ് ഓഫ് പോലീസ് ഓഫീസർ ഇസ് ദാറ്റ്? സോ ദേ ഹാവ് ടു ബി ഇൻ ദാറ്റ്. ലൈക്ക് ആ ക്യാരക്ടറിനോട് ഒരു ജസ്റ്റിസ് കാണിക്കാൻ വേണ്ടി ദേ ഷുഡ് ബി ഇൻ സെർട്ടൈൻ ഫോം. ആൻഡ് ഇറ്റ് ഓൾവേസ്, അതെപ്പോഴും എന്താ പറയുക, മെലിഞ്ഞിരിക്കണം അല്ലെങ്കിൽ 6 pack ഉണ്ടാണ്, അതല്ല. ചില സമയത്ത് തടിച്ചിരിക്കേണ്ടി വരും. ദേ ഹാവ് ടു ഗോ ഹെൽത്തി, that you know, buffed up stage. Sometimes they have to be lean, sometimes they have to be extreme lean. So that അവിടെയാണ് ഒരു ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ റോൾ വരുന്നത്. സോ ഹൗ ടു ഡു ദാറ്റ് ഇൻ എ ഹെൽത്തി വേ, അവർക്ക് ഫ്യൂച്ചർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്.
ലോക്ക്ഡൗൺ ടൈമിൽ പാക്വേ മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഔട്ട്ഡോർ സെഷൻ ഉണ്ടായി, അപ്പോൾ സൂം സെഷൻസ് ഒക്കെ ഉണ്ടായി. സോ ഔട്ട്ഡോർ സെഷൻസ് ചെയ്യുമ്പം എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് പാക്വേ എടുത്തിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരും ലോക്ക്ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തു. 2 months, 1.5 months, 2 months. So I felt like it is not fine, it is not fair. There will be obstacles like മഴ കാരണം ഞാൻ ഓടാൻ പോയില്ല എന്നൊക്കെ പറയുന്ന അതേ തന്നെ. പാൻഡമിക് ഇസ് ദർ ആൻഡ് വി വെയിറ്റ്, ബട്ട് എ പോയിന്റ് വി കം ടു നോ ദാറ്റ് it is going to be for a long time. So what we did is we started a Zoom class morning time and evening time, and it have good response and our clients attending the class. Then some people really want to come here because they are bored in home and doing the same routine and all. So അപ്പോഴാണ് ഞങ്ങളൊരു ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ വി ഹാഡ് എ മീറ്റിംഗ് ആൻഡ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ പ്രോട്ടോകോൾ എല്ലാത്തിലും നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തി. ദെൻ ദർ വിൽ വി പ്ലാൻ ടു മേക്ക് എ 1 meter square ബോക്സസ് ആക്കി. Then with the use of mask and sanitizer and temperature reading and all for all clients, and every day we take the details, we check staff temperature and all. And രണ്ട് നമ്മുടെ major trainers ആയിരുന്ന ബോണി ആൻഡ് ബിജോയ്, they are staying in the accommodation and we make sure that they are not going anywhere, like they are not socializing because they have social പുറത്തൊന്നും പോവാതെ ഇവിടെ തന്നെയാണ്. So yeah, this is how it is happening. So അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നു. What happened is പല സ്ഥലത്തു നിന്നും പല ട്രെയിനേഴ്സ് അവരുടെ ക്ലയൻസിനെ അതേ ക്രൈറ്റീരിയയിൽ തന്നെ ഇവിടെ ട്രെയിൻ ചെയ്യിക്കാൻ വന്നു. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ, അതായത് വെയർ ആൻഡ് ടയർ അധികം വരാത്തതും ഹാൻഡി ആയിട്ടുള്ളതും എന്നാൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാ വർക്കൗട്ട്സും ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ പുറത്തേക്ക് കൊടുത്തു. ആൻഡ് വി ആർ ഫ്ലെക്സിബിൾ ബിക്കോസ് ബീനെ ആയാലും ഞാനായാലും ഇറ്റ്സ് ന്യൂ ഫോർ അസ്, ദ ഹോൾ വേൾഡ് ഇറ്റ്സ് വെരി ന്യൂ ഫോർ അസ്. സോ വി ഹാവ് ടു അഡാപ്റ്റ്. സോ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ ഫ്ലെക്സിബിളായി അങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടിൽ ടുഡേ ഗോഡ്സ് ഗ്രേസ് ഇസ് ഗോയിങ് സക്സസ്ഫുള്ളി ആൻഡ് ഹോപ്പ്ഫുള്ളി വി ക്യാൻ ഓപ്പൺ അറ്റ് August 5. സോ യാ August 5 ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. സോ അതിൻ്റെ പാർട്ടായിട്ട് അതിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. സോ വി ആർ okay, for that we are planning to see, first thing we are going to sanitize the entire compound and the entire building. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. Then there will be a cleaning staff rotating like on the floor, like ഒരാൾ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. Then you might see this like ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഒരു യെല്ലോ ലൈൻ ഇല്ലേ, അതായത് പാസ്പോർട്ട് കൺട്രോളിൻ്റെ അടുത്തേക്ക് പോകും. We will have that yellow line throughout on the machine area. So what happened is, if someone is sitting on that machine or doing their exercise, this guy have to finish it up, and the other one who is waiting over there have to stay away 1.5 meter, 2 meters away from that machine. There will be an yellow line. They have to stay beyond that. And once he's finished, our cleaning staff will go there and sanitize. It's a process. We have to, it won't be that easy. Like, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മാസ്ക് ധരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു വാട്ട്സ് ദിസ്. ഹെൽമെറ്റ് വന്നപ്പോൾ എനിക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു ഹെൽമെറ്റ് വെക്കാൻ. നൗ ബട്ട് വി കനോട്ട് ഗോ വിതൗട്ട് ഹെൽമെറ്റ് റൈറ്റ് നൗ, നോട്ട് ബിക്കോസ് ഓഫ് ദ പോലീസ്, ബിക്കോസ് ഇറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അതൊരു പാർട്ടായി സേഫ്റ്റി വേണം. മാസ്ക് നൗ മാസ്ക് ഈസ് മാൻഡേറ്ററി. യാ, സോ വി ഹാവ് ടു യൂസ് ദ മാസ്ക് ആസ് വെൽ. ദ സെയിം വേ വി ഹാവ് ടു അഡാപ്റ്റ്. ഇഫ് യു വാണ്ട് ടു ഡു ദ വർക്ക്ഔട്ട് ആൻഡ് യു ഹാവ് ടു ബി ഫിറ്റ്, you have to obey the government rules, and you must have the social commitments. So yeah, this is how it is going to happen. Shower facility ഉണ്ടാവില്ല, locker room facility ഉണ്ടാവില്ല, that we cannot control, and government regulation is there, you cannot open the shower for public. Then the members അവരുടെ details എടുക്കാൻ we had put a camera over here. So we will have that, who is coming, who is going, and register ഉണ്ടാകും, ടെമ്പറേച്ചർ റീഡിംഗ് ഉണ്ടാകും. സ്റ്റാഫിന് എല്ലാ ദിവസവും ഡ്രിൽ ഉണ്ടാവും, മോസ്റ്റ്ലി ലൈക്ക് ഹൗ ടു ഡു ഓൾ ദീസ് തിങ്സ് ബിക്കോസ് കോവിഡ് അവയർനെസ് ക്ലാസ്സസ് ആൻഡ് ഓൾ. സോ പിന്നെ നമ്മൾ ക്ലയൻസിന് ത്രൂ ഔട്ട് മെസ്സേജിൽ എല്ലാത്തിലും ഇരിക്കും, അവർ അവയർനെസ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ദർ വിൽ ബി സ്റ്റിക്കേഴ്സ് ആൻഡ് ഓൾ ലൈക്ക് ദ വാർണിംഗ് സൈൻസ് ആൻഡ് ഡോണ്ട് ടച്ച് ഹിയർ, ഡോണ്ട് ഡു ദിസ്. ഇറ്റ്സ് ലൈക്ക് ആൻഡ് ദ മേജർ തിങ് UK-ലും US-ലൊക്കെ ഉള്ളതാണ് അത്. സി നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ you have to sanitize there, like there is a tissue paper and there is a sanitizing bottle. It's been long time they have that practice. So we are trying to implement that thing over here, like once you use something you have to wipe it out. Now you people are doing, yeah, like everyone is doing, I'm doing, and everyone is doing that. So we are exactly it's like the basics of gym. Like you have to
എന്താ പറയുക നമ്മളെന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് ടു കീപ് ദാറ്റ് ആൻഡ് മറ്റുള്ളവർക്കും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പ്രിപ്പയർ ആക്കി വെക്കുക. വെൻ ഇറ്റ് ഈസ് ദർ ദാറ്റ്സ് റെഡി ഫോർ യുവർ യൂസ് ലൈക്ക് സാനിറ്റൈസ് ആൻഡ് ഓൾ. സോ തിരിച്ചു വെക്കുമ്പോൾ യു ഹാവ് ടു സാനിറ്റൈസ് ആൻഡ് നെക്സ്റ്റ് വൺ ഹാവ് ടു യൂസ് റൈറ്റ്. That's it. You're helping yourself, you're helping others as well. Yes, exactly. So നിങ്ങൾക്ക് അറിയാം this is a safe place to come if you want to work out. This is actually a safe place to come because ഇത്രയും measures ഇവർ എടുക്കുന്നുണ്ട്. And it's not stay in our words. We will do that and we will make sure that, because at this point we are not trying to do a big business over here. Right. Like this is it's a fitness culture. Right. We are promoting a culture. So for us the safety measures comes first and we will make sure that it won't happen like any kind of എന്താ പറയുക നമ്മുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ട് we will minimize. That's the instruction we gave the all to staff. We will minimize all the the risk factors. That's what we can do. ഓക്കെ, നമ്മൾ അത്യാവശ്യം കുറേ സീരിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇതിന് കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ് ആവും. ഞാൻ അടുത്തൊരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. അതായത് ഞാൻ അജിത്തിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിന്തിക്കാൻ അധികം ടൈം തരില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് ആൻസേഴ്സ് തരണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. Okay, see, I'm not familiar with rap to all these things. Okay. Anyway, I will try it out. All right. Who is your role model in the fitness field? Role model are David Goggins. David Goggins is a US Marine guy. He is considered as the toughest man on earth. അതായത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അജിത്തിന് ഇപ്പം വളരെ കിടലം ബോഡി എന്ന് അജിത്ത് പറഞ്ഞ രണ്ട് മലയാളം സെലിബ്രിറ്റീസ് ആണ്. Obviously, Prithviraj. അത് ഞാൻ പ്രതീക്ഷിച്ചു. I know that was one, and who the next one? Tovino is there. Dulquer Salman is there. They are really good. They are, and I saw them like they are super, nalla dedicated and they work out. And there are a lot of Unni Mukundan is there. Oh yeah. Unni Mukundan is there, and there are a lot of the and there are a lot of young actors who are super fit. Like Rajiv Vetan is there. Rajiv Pillai is there. Okay, right. Yeah, they are a lot of people because this is something mandatory right now. The health and fitness is mandatory for the. ഫീമെയിൽ ആക്ട്രസിൽ ഫിറ്റ്നസ് ഫ്രീക്കായിട്ടുള്ള രണ്ടുപേരും. അയ്യോ, എനിക്ക് അത്ര അറിയില്ല. പാർവതി ഐ നോ. പാർവതി ഷീ ഡു വർക്ക്ഔട്ട് ആൻഡ് ഓൾ ഷീസ്. ആൻഡ് ലെന ചേച്ചി ലെന ഫിറ്റ്നസ് ട്രെയിനർ അല്ലായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഹാവ് ബീൻ? എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ. അതെ, മെക്കാനിക്കൽ എഞ്ചിനീയർ. പിന്നെ ഓക്കേ, ഫൈൻ. ഓക്കേ, ഒറ്റ സ്ട്രെച്ചിൽ എത്ര പുഷപ്പ് എടുക്കാം? നോക്കിയിട്ടില്ല. 75, 100+. ഓക്കേ, നമുക്ക് എല്ലാവർക്കും ഒരു ക്രേവിംഗ് എന്ന് പറയുന്ന ജങ്ക് ഫുഡ് ഭയങ്കര പ്രശ്നമായിരിക്കും. എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അജിത്തിന്റെ ഏറ്റവും ക്രേവ് ചെയ്യുന്ന ജങ്ക് ഫുഡ് ഏതാണ്? ജങ്ക് ഫുഡ് അല്ല, ചായ കുടിക്കും ഞാൻ. എനിക്ക് ചായ പെട്ടെന്ന് ഫുഡല്ല, അത് ചായ കുടിക്കും. ചായ ആൻഡ് കോഫി. അത് സംടൈംസ് ഐ നീഡ് എ ഷുഗർ ടീ. ഐ മീൻ സംടൈംസ് എനിക്കൊരു ചായ മതി. സംടൈംസ് ഐ സ്പെസിഫിക്കലി നീഡ് എ ടീ വിത്ത് എ ഷുഗർ. ജികെയോ? അയ്യോ, it's 10,000 square feet, like 10,000 square feet. It's a huge ground. And one more thing, please, I want to add that. Yeah, sure. See, I will here we maintain the ground in a certain way that you don't have that tough kind of injuries, because it's normally എല്ലായിടത്തും ഉള്ളതിലും കുറച്ചുകൂടി ഉണ്ട്. And it's a German turf and we fill it up with rubber beads. And this is, I cannot explain this, you have to experience this. So whoever is watching this, if you want to come over here, I will give you a free trial session to over here. Like you have to mention they have to mention that you are this video. Oh, I mean, do tell my name and do come. എൻ്റെ പേര് പറഞ്ഞിട്ട് വന്നാൽ മതി. You can definitely give it. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. Okay. So all right, and then you are someone who's കംപ്ലീറ്റ്ലി ഇൻടു ഫിറ്റ്നസ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലറീസ് ആണ്, കുറച്ച് ഫുഡിൻ്റെ കാലറീസിനെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. ഐ എം ഷുവർ യു മൈറ്റ് നോ ഇറ്റ് ബിക്കോസ് യു ആർ. ഞാൻ ട്രൈ ചെയ്യാം, ബട്ട് see, before you ask, I will tell you something about calorie. Calorie precise ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. Scientifically it depends on many factors, but I will try it out. Okay. 2 ചപ്പാത്തി. 1 chapati is like 110 calorie or something, so 220 calorie or something. 200 to 220, I don't know. All those people who eat chapati. Okay, 100 grams of oats. It will be like 90 to 110 calorie. It depends upon the oat. 110 calorie. ഒരു പൈനാപ്പിൾ. ഒരു പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു ബൗൾ പൈനാപ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അത് ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് 90 calorie or something, or like 120 calories. Depends upon how ripe it is, or sugar content. ഒരു പൊട്ടേറ്റോ
200 കാലറിയോളം വരും അത് 200 വരും ഒരു ലൈക്ക് എ മീഡിയം സൈസ് പൊട്ടറ്റോ ഇസ് ലൈക്ക് ആൻഡ് ലൈക്ക് when it is raw it is a different calorie, when it is boiled different. So I think കുറച്ചെങ്കിലും നമ്മൾ അത്യാവശ്യം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടോ എവറി ഡേ ആയിട്ട് ഓഫ് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അജയ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. It's pleasure. Thanks for having me. Keep motivating people. Sure thing. That's I am here. Wishing you all the best. Thank you Beena. So much. Okay, thank you. Bye. സോ ദാറ്റ് വാസ് പാക്വേ. അപ്പം എനിക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറയാറുള്ള പോലെ തന്നെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ പാക്വേയിൽ ഞാൻ വന്ന് വർക്കൗട്ട് ചെയ്ത് ഞാൻ അത്രയും ഹാപ്പി ആണ് ഇവിടുത്തെ എക്സ്പീരിയൻസിൽ. ദി മേക്ക് മീ ഫീൽ റിയലി ഗുഡ്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റാൻ ആ ഒരു എന്തൂസിയാസം അതെനിക്കിപ്പോൾ ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കണം ഈ ഒരു ഏരിയ, വന്ന് കണ്ടൊന്ന് നോക്കണം. ഈ പാക്വേ എന്ന് പറയുന്നത് നമ്മുടെ കളമശ്ശേരി ഡിക്കാത്തലോണിൻ്റെയും ഹോണ്ടയുടെയും ഹോണ്ട സർവീസ് സെൻറ്ററിൻ്റെയും നടുക്കുള്ളൊരു സ്പേസാണ്. സോ നിങ്ങൾ എന്തായാലും വന്നൊന്ന് കണ്ടു നോക്കണം. കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് സച്ച് എ ഹെൽ ഔട്ട് ഓഫ് എ പ്ലേസ്, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ പാക്വയുടെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് വെബ്സൈറ്റ് അഡ്രസ്, നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാനുള്ള ആളിൻ്റെ നമ്പർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ആൻഡ് ദേ ആർ റിയലി എ ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വോണ്ട് ടു വർക്ക് ഫോർ ഫിറ്റ്നസ്. അതായത് ഒരു ലൈഫ് സ്റ്റൈൽ ആക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി മോട്ടിവേറ്റ് യു ടു ഡു ബെറ്റർ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ do not forget to like, share and subscribe. I'll see you soon in my next video. Stay safe, stay healthy all. Keep smiling, keep spreading happiness. I'll see you soon again. Bye bye.